എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പായി ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയെയും ദുർഗാദേവിയെയും ചാമുണ്ടേശ്വരിയെയൊക്കെ പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. എല്ലാവരും അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ചൊവ്വ പൊതുവെ ഒരു നല്ല ദിവസമായിട്ട് ആളുകൾ കാണുന്നില്ല. ഇന്നത്തെ ദിവസം ഭൂമി കാര്യത്തിന് മാത്രമാണ് നമുക്ക് അനുകൂലം. കേസ് കൊടുക്കാനും വഴക്കിന് പോകാനും ഒക്കെ നല്ല ഒരു ദിവസമായിരിക്കും. അതൊഴിച്ചാൽ ചൊവ്വ ഒരു നല്ല കാര്യത്തിനും നമ്മൾ എടുക്കാറില്ല. ചൊവ്വ ആഗ്നേയ ഗ്രഹമാണ്. അതുകൊണ്ട് തീപിടുത്തത്തിനും അപകടത്തിനുമൊക്കെ വഴിതെളിക്കുന്ന ഒരാളായതുകൊണ്ട് ചൊവ്വയെ എല്ലാവർക്കും കുറച്ച് ഭയമുണ്ട്. അപ്പം നമുക്ക് ചൊവ്വയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ഈ മേൽപ്പറഞ്ഞ ദേവതകൾക്ക് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഫലം പരിശോധിക്കാം. ഇന്ന് 1201 ആണ്ട് തുലാമാസം 25-ാം തീയതി 11/11/2025 ചൊവ്വാഴ്ചയാണ്. ഇന്ന് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. ഇന്ന് അവർക്ക് ധനനഷ്ടത്തിൻ്റെ ദിവസമാണ്. മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ, ദൈവിക സംബന്ധമായ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് വളരെയധികം തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീപിടുത്തത്തിന് സാധ്യതയുണ്ട്. അടുപ്പ് കത്തിച്ച് ജോലി ചെയ്യുന്ന പാചകക്കാർക്ക്, വീട്ടമ്മമാർക്കൊക്കെ ഇന്ന് തീപിടുത്തത്തിനോ ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കോ കറണ്ട് ടച്ച് ചെയ്യുന്ന മൂലമുള്ള കറണ്ട് വൈദ്യുതി പ്രവാഹം, ഇടി മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വളരെ ശ്രദ്ധിക്കുക. അതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. തൊഴിലിൽ നമ്മളെടുക്കുന്ന ശ്രദ്ധയും കോൺസെൻട്രേഷനും വളരെയധികം ഫലം ലഭിക്കുന്ന ദിവസമാണ്. പുതിയ തൊഴിൽ കണ്ടെത്താൻ പറ്റിയൊരു ദിവസമാണ്. പുതിയ ഓഫറുകൾ വരുന്ന ദിവസമാണ്. അതേപോലെ സന്താനങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിരിക്കും. പങ്കാളിക്കും വളരെ നല്ല ദിവസമാണ്. സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഇന്ന് വളരെ നല്ലൊരു ദിവസമാണെന്ന് കണ്ട് സന്തോഷിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. എൻ്റർടൈൻമെൻറ്റിനൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതേപോലെ കച്ചവടക്കാർക്ക് ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ്. പ്രത്യേകിച്ച് മലഞ്ചരക്ക് കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ചില അതിര് കേസുകളും തർക്കങ്ങളും ഒക്കെ ഉടലെടുക്കാൻ മലഞ്ചരക്ക് കച്ചവടക്കാർക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ആത്മസംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവരും ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അപ്രകാരം പറയുന്നത്. വളരെ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന സഹായഹസ്തങ്ങൾ ലഭിക്കുവാനും ലോണുകൾ ലഭിക്കുവാനും കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് വളരെ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. ദിവസം നിങ്ങൾക്ക് അനുകൂലമായി വരും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തരം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കും. ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. പണിയെടുക്കുന്നതിന് തുല്യമായ വേതനം ലഭിക്കുന്ന ദിവസമാണ്. കിട്ടാക്കടങ്ങളെല്ലാം തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. വിവാഹാധികാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. പുതിയ തൊഴിലുകൾ ആയിട്ട് പുതിയ ഓഫറുകൾ വന്ന് ചേരുന്ന ദിവസമാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനുകൾ ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ ചില അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുക. പകർച്ചവ്യാധികളെല്ലാം വന്ന് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ സന്താനങ്ങൾക്ക് ചില അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അസുഖങ്ങൾ അല്ലെ അവർക്ക് പരാജയം ഒക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളെല്ലാം ഒഴിവാക്കാവുന്നതാണ്. മെഡിക്കൽ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമാണ്. പ്രത്യേകിച്ച് സർജറി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്ക്, സർജന്മാർക്കൊക്കെ ഇന്ന് ഏറ്റവും നല്ല ദിവസമായിരിക്കും. ഡെൻ്റൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് നല്ല ദിവസമായിരിക്കും. സ്പിരിച്വൽ പാത്തിലോട്ട് നടക്കുന്നവർക്കും ഇന്ന് യഥാർത്ഥ ഗുരുവിനെയോ അല്ലെങ്കിൽ യഥാർത്ഥ വഴിയോ കണ്ടെത്താൻ സാധിക്കും. നിരാശരായി നൈരാശ്യമൊക്കെ അനുഭവിക്കുന്നവർക്കും ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി പുതിയ ഒരു ജീവിതം തുടങ്ങാനുള്ള ഒരു ഓഫർ ലഭിക്കുന്ന ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക്
മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. പ്രമോഷനുകൾക്ക് സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോട് അസൂയയോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള, ഇത് അസൂയയും പ്രശ്നമോ എന്നൊക്കെ പറയുന്നത് ഒരു ചീത്ത വാക്കാണ്. ആക്ച്വലി അസൂയയും പ്രശ്നമല്ല അത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്കാകാതിരിക്കുക, ഒരാൾക്ക് ഒരാളുടെ പ്രവൃത്തി ഇഷ്ടപ്പെടാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പരസ്പരം കാണുമ്പോൾ നെഗറ്റീവ് വൈബ് ഉണ്ടാകുകയാണ്. ശത്രുത ആരും ചീത്തയായതുകൊണ്ടല്ല അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾക്ക് ദൈവികമായ ചില അനുഗ്രഹങ്ങളും മറ്റുമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ക്ഷേത്ര ദർശനത്തിനും അതേപോലെ പുണ്യക്ഷേത്ര ദർശനത്തിനുമൊക്കെ സാധ്യതയുണ്ട്. ഉറ്റ സുഹൃത്തുക്കളോ ബന്ധുക്കൾക്കോ ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ചില ചികിത്സാ രീതികൾ തെളിഞ്ഞു വരുന്നതാണ്. സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. പങ്കാളിയെക്കുറിച്ച് പരാതികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. കലഹങ്ങൾ ഒഴിവാക്കുക, കലഹിക്കാതെ ഇരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സ്വമനസാലെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ അനുകൂലമായിട്ട് വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികളിൽ ചിലർ അകന്നു പോകുന്നതോർത്ത് വിഷമിക്കുവാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന സങ്കടങ്ങൾ, സംഘർഷങ്ങൾ എല്ലാം മാറുന്ന ദിവസമാണ്. എവിടുന്നോ ധനം വന്നു ചേരുന്നതായും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതായിട്ടും കാണുന്നു. സഹായഹസ്തങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിലന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിദേശത്തെ ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശ ജോലി സ്ഥിരപ്പെടുവാനും വിദേശത്തിൽ ജോലി, വർക്ക് വിസ പോലെയുള്ള ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. പഠനോദ്ദേശത്തിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ കേസ്, വഴക്ക്, പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സംഘർഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കേസെല്ലാം പ്രതികൂലമായിട്ട് വരാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. ചർച്ചയൊക്കെ മാറ്റി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ കിട്ടാനുള്ള കടം തിരിച്ചു കിട്ടാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സംഘർഷാത്മകമായിരിക്കും. ഗ്രഹാന്തരീക്ഷം കലുഷിതമായിരിക്കും. അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ട് ഉണ്ടാക്കി സ്വയംകൃതാനർത്ഥം, അതായത് നമ്മൾ തന്നെ നമുക്ക് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളിൽപ്പെട്ട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. ആരോപണങ്ങൾക്ക് വിധേയനാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ളൊരു സാഹചര്യം തെളിഞ്ഞു വരികയാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. കുട്ടികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതുമല്ല, അതുകൂടാതെ സ്പെഷ്യലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി, അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആശങ്കയുള്ള മാതാപിതാക്കൾക്ക് അവർക്കൊരു അഭയസ്ഥാനം കണ്ടെത്താനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കിടന്നത് സഫലീകരിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ നടുവേദനയുള്ളവർക്ക് വളരെയധികം അത് വർദ്ധിക്കുന്നതാണ്. വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ബെൽറ്റൊക്കെ ഇട്ട് വളരെ സുരക്ഷിതമായി വേണം പോകാൻ. ഹെൽമറ്റൊക്കെ വെച്ച് വേണം പോകാൻ. നടുവിന് ക്ഷതമേൽക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സർജറിക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ്. അസുഖങ്ങളൊക്കെ പൂർണ്ണമായി ഭേദപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില അസുഖങ്ങൾ ഇന്ന് കണ്ടുപിടിക്കാനും സാധ്യത കാണുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട.
പ്രായേണ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. പൂർവജന്മാർജിതം പാപം വ്യാധി രൂപേണ സംസ്ഥിത. അതായത് നമ്മളുടെ പൂർവജന്മത്ത് ആർജിച്ച പാപങ്ങളെല്ലാം വ്യാധിയുടെ രൂപത്തിൽ നമ്മളിൽ കുടികൊള്ളുകയാണ്. അപ്പോൾ അത് അതാത് സമയത്ത് പുറത്തു വരും, അതങ്ങ് പോകും. വരും ഓരോരോ ദശ വന്ന പോലെയും പോകും എന്ന് പറയുന്ന പോലെ എന്തു വന്നാലും അത് മാറും. ഒന്നും സ്ഥിരമല്ല. സുഖവും സ്ഥിരമല്ല, ദുഃഖവും സ്ഥിരമല്ല. അതുകൊണ്ട് മനഃശാന്തിയോടുകൂടി എല്ലാത്തിനെയും നോക്കിക്കാണുക. അടുത്തത് അവരുടെ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കകൾക്കൊരു പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് ജോലി കിട്ടാനോ അല്ലെങ്കിൽ സ്വന്തമായി ജോലി കിട്ടാനോ ഒക്കെ ഉള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. മേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. ശാന്തി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, കർമ്മികൾക്ക്, അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, വൈദിക വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സ്പിരിച്വൽ പാത്തിൽ പോകുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം നല്ലൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം നോക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. തലേ ദിവസത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട ദിവസമായിരിക്കും. എങ്കിലും ധനനഷ്ടത്തിനുള്ള ആ ഒരു ടൈം ഉച്ചവരെ വീണ്ടും തുടരുകയാണ്. വിവാഹ നടത്തിപ്പുകാർ അല്ലെങ്കിൽ വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ്. ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കയറ്റുമതി ഇറക്കുമതി ഒക്കെ ചെയ്യുന്നവർക്ക് ചില സംഘർഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം, തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ടാക്സിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വരാനും നിയമപരമായ ചില കാര്യങ്ങൾ നേരിടാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ടാക്സ് കൃത്യമായി അടച്ച് ക്ലിയറാക്കുക. ഒരു കുറച്ച് നാളത്തേക്ക് ഇതുപോലെയുള്ള സർക്കാർ തലത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പെൺമക്കൾ ഉള്ളവർക്ക് അവരുടെ വിവാഹമോ ജോലിയോ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. എല്ലാ ചുവടുകളും വളരെ ശ്രദ്ധയോട് വയ്ക്കുക. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷ നിറഞ്ഞ ഒരു ദിവസമാണെങ്കിലും വളരെയധികം നിരാശ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നതായി കാണുന്നു. ഇന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു. ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. വളരെ നിരാശയോടുകൂടി വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. ഏതായാലും അടുത്ത ദിവസം വളരെ നല്ല ഒരു ദിവസമായി തീരട്ടെ. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റായി പോകുന്ന ഒരു ദിവസമാണ്. എന്നാൽ വസ്തു വാങ്ങാനോ ഭൂമി സംബന്ധിച്ച് ഏത് കാര്യത്തിനോ അതിരിടാനോ മതിൽ കെട്ടാനോ സർജറി തുടങ്ങിയ കാര്യങ്ങൾക്കോ തർക്കങ്ങൾ ഒത്തുതീർക്കാനോ സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർക്കാനോ ഒക്കെ നല്ല ദിവസമായിരിക്കും. ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർക്ക് ഇന്ന് പ്രതികൂലമായ ദിവസമാണ്. മിലിട്ടറിയിലുള്ളവർക്കും ഒക്കെ ഇന്ന് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ദിവസമാണ്. സ്പോർട്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. കേസിനും വഴക്കിനും ഒക്കെ സാധ്യത ഉള്ളവർക്ക് ഇന്ന് അതൊക്കെ ഒത്തുതീർപ്പിലെത്തുന്ന ദിവസമാണ്. കിട്ടാത്ത കടം തിരിച്ചു കിട്ടുന്ന ഒരു ദിവസവുമായി കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ദിവസമാണ്. തേടുന്ന കാര്യങ്ങളെല്ലാം മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. തേടിയ വള്ളി കാലിൽ ചുറ്റുന്നു എന്ന് പറയുന്ന പോലെ വന്ന് ലഭിക്കുന്ന ദിവസമായിരിക്കും. ഈശ്വരാധീനം വളരെയുള്ള ഒരു ദിവസമായിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ദാനം ചെയ്യാൻ ഒക്കെ ഇന്ന് ഇടവരുന്ന ദിവസവും അതിൽ നിന്ന് സംതൃപ്തിയും പ്രശസ്തിയും പ്രശംസയും ഒക്കെ കേൾക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങൾക്ക് വേണ്ടി നല്ല സഹായങ്ങൾ ചെയ്ത് അവർക്ക് മനസ്സ് സന്തോഷിക്കുന്നത് കണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ചെറുകുട്ടികളുള്ളവർക്ക് അവരുടെ വിജയത്തിൽ അഭിമാനം കൊള്ളാനുള്ള ദിവസമാണ്.
ഉറ്റ ബന്ധുക്കളിൽ ചിലർക്ക് ചില ശാരീരിക ക്ലേശങ്ങളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഉച്ചയ്ക്ക് ശേഷം മനസ്സിനെ അലട്ടിയേക്കാം. ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധേയമായ ചില വിജയങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷം അതേപോലെ പരാജയങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എപ്പോഴും നമ്മൾ ഒരു സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതിരിക്കുക. അതുപോലെ സങ്കടം വരുമ്പോൾ അമിതമായി സങ്കടപ്പെടാതിരിക്കുക. സന്തോഷവും സങ്കടവും മാറി മാറി എല്ലാം മിക്സായിട്ട് വരുന്ന ഒരു ലൈഫാണ് നമുക്ക് ഭൂമിയിലുള്ളത്. ഭൂമിയുടെ പേര് തന്നെ പൃഥ്വിനരകം എന്നാണ്. ഇവിടെ നമ്മൾ എല്ലാവരും ആത്മശുദ്ധിക്ക് വന്നതാണ്. മനപ്രയാസം ഉണ്ടാകുമ്പോൾ എടുത്തു ചാടിയൊന്നും ചെയ്യാതിരിക്കുക. മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ തീരുമാനങ്ങളും എടുക്കാതിരിക്കുക. ഇന്നത്തെ ദിവസം ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിനെ അലട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് വിപരീതമായ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ സാധ്യത കാണുന്നു. കലഹത്തിന് സാധ്യതയുള്ള ദിവസമാണ്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ശ്വാസം മുട്ടൽ, പ്രഷർ വേരിയേഷനൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. ഷുഗർ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ചില വ്രണങ്ങളുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ചില നല്ല ആൾക്കാരുടെ ഇടപെടൽ മൂലം വളരെ ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. അത്ര തന്നെ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. വളരെ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉപകരണങ്ങൾ കൊണ്ട് സംഗീതോപകരണങ്ങൾ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളൊക്കെ കൊണ്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായ മറുപടി ലഭിക്കുക, അല്ലെങ്കിൽ വാഹനം വാങ്ങാനുള്ള, വസ്തു വാങ്ങാനുള്ളതൊക്കെ തീരുമാനങ്ങൾ ഉറപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ലോണുകൾ അപേക്ഷിക്കുന്നവർക്കൊക്കെ അത് അനായാസേന കിട്ടുന്ന ദിവസമാണ്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലിക്കാർക്കെല്ലാം ഇന്ന് വളരെ ആശ്വാസകരമായ ഒരുപാട് സാഹചര്യങ്ങൾ തെരിഞ്ഞു വരുന്നതാണ്. പ്രൊമോഷനുകൾ, അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് ഗണപതിക്ക് വഴിപാട് നടത്തുകയും ശ്രീകൃഷ്ണസ്വാമിക്ക് ഭാഗ്യസൂക്ത അർച്ചന നടത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ വിഭാഗക്കാരും അവരവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ ചില സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, അതായത് നമ്മൾക്ക് വിശദീകരിക്കാനാകാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ഭയമുണ്ടാവുകയും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ജോലിഭാരം കൊണ്ട് വളരെയധികം സംഘർഷം നേരിടാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കും സമയം തികയാത്തതുകൊണ്ട് വളരെയധികം അസ്വസ്ഥയാകാനും ദേഷ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. കുടുംബ പ്രാരാബ്ധം ഏറ്റെടുത്തിരിക്കുന്ന സ്ത്രീകൾക്ക് ചില തിരിച്ചടികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സഹായം ചെയ്യുന്ന സ്വഭാവമുള്ളവർക്ക് അവരിൽ നിന്ന് ഒരു കൃതജ്ഞത, അതായത് നന്ദികേട് ലഭിച്ചിട്ട് മനസ്സ് അസ്വസ്ഥമാകാനൊക്കെ സാധ്യതയുണ്ട്. പ്രൊമോഷനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ മേലധികാരികളിൽ നിന്ന് വളരെ അനുകൂലമായ പ്രശംസകളും അല്ലെങ്കിൽ സഹായങ്ങളും പ്രൊമോഷനുകളും ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ തൊഴിലിനെക്കുറിച്ച് വളരെയധികം അഭിമാനം കൊള്ളാനും സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണത്തിനോ കെട്ടിടം പണിക്കോ അല്ലെങ്കിൽ വസ്തു വാങ്ങാനോ വിൽക്കാനോ ഒക്കെ നിൽക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യമുണ്ട്. എന്നാൽ ഗൃഹോപകരണങ്ങൾ കേട് വരുന്നത് കൊണ്ട്
ചില ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുമായി സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പോവുക. ഗുരുത്വം എന്ന് പറയുന്ന ഒരു വസ്തുത നമുക്ക് പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്തതാണ്. ഗുരുത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായാൽ നിങ്ങളുടെ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമസ്കാരം.